നമ്മുടെ സഞ്ജുത കസറിയപ്പോൾ ഇന്ത്യ ലോകകപ്പ് T20 ലോകകപ്പിന്റെ സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിൻഡീസിനെ തകർത്തുകൊണ്ടാണ് ഇന്ത്യയുടെ മുന്നേറ്റം. സഞ്ജു സാംസന്റെ അതിഗംഭീരമായ ഇന്നിങ്സ്. സഞ്ജു സെഞ്ചുറി അടിച്ചില്ലായിരുന്നൊരു വിഷമം തീർച്ചയായും ആരാധകർക്കുണ്ട്. അതിനുള്ള റൺസ് ഉണ്ടായിരുന്നില്ല. അതിനു മുൻപേ ഇന്ത്യ ജയിക്കുകയായിരുന്നു എന്നതാണ്. എന്തായാലും അതിഗംഭീരമായ പ്രകടനം. സഞ്ജു എത്രത്തോളം ഈ ഇന്നിങ്സ് ആഗ്രഹിച്ചിരുന്നു എന്നത് ആ വിജയത്തിന് ശേഷം സഞ്ജുവിൻ്റെ പ്രകടനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഏറ്റവും സന്തോഷകരമായൊരു നിമിഷം വാർത്ത പങ്കുവയ്ക്കുകയാണ്. സഞ്ജു സാംസന്റെ ഏറ്റവും ഗംഭീരമായ ഇന്നിങ്സിന്റെ മികവിൽ ഇന്ത്യ 2020 ലോകകപ്പിന്റെ സെമിയിലേക്ക് വിൻഡീസിനെ തകർത്ത് പ്രവേശിച്ചിരിക്കുന്നു. അനൂപ് ചന്ദ്രന്റെ വിവരങ്ങളുമായി. അനൂപ്, വളരെ ആഘോഷിക്കേണ്ട ഒരു നിമിഷം തന്നെയാണ്. സഞ്ജു ഈ ടൂർണമെന്റിലുടനീളം നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ കണ്ടു. സഞ്ജുവിന് ടീമിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം, മറ്റ് താരങ്ങളുടെ മോശം പ്രകടനം, ഇതൊക്കെ ചർച്ചാ വിഷയമായി. പക്ഷേ കിട്ടിയ അവസരത്തിൽ ഏറ്റവും മികച്ച ഇന്നിങ്സ് സഞ്ജു കാഴ്ചവെച്ചിരിക്കുകയാണ്. അത് ടീമിന് അടുത്ത ഘട്ടത്തിലേക്ക് സെമിയിലേക്ക് പോകാനുള്ള വഴിയും തുറന്നു. തീർച്ചയായും ദിവിഷ്, ഈ സഞ്ജു എന്തുകൊണ്ടാണ് ഈ ടീമിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നത്തെ കളിയിലുണ്ടായിരുന്നു. കാരണം ഇതൊരു നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെ ലളിതമായി നടന്ന ഒരു കളിയായിരുന്നില്ല. 197 റൺസ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിൻ്റെ ബോളിങ്ങിനെ ഫേസ് ചെയ്തുകൊണ്ട് അത്ര എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന ഒരു കളിയായിരുന്നില്ല. ഇവിടെ സഞ്ജുവിൻ്റെ കളിയിൽ സഞ്ജു ഉപയോഗിച്ച ടാക്ടിക്സ് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ നിർണായകമാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ, ഒറ്റയടിക്ക് നോക്കുമ്പോൾ, ലിസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കളിയിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാത്ത ഒരു ടീമിനെയാണ് ഇറക്കിയത് എന്ന് പറയാം. പക്ഷെ റോളുകളിൽ കൃത്യമായ ചേഞ്ച് ഉണ്ടായിരുന്നു. ഇത്തവണ സഞ്ജു ഇറങ്ങിയത് നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിലേക്കാണ്. കഴിഞ്ഞ ദിവസം സിംബാബ്വെക്കെതിരെ ആദ്യത്തെ ബോൾ ഫേസ് ചെയ്തത് സഞ്ജു ആയിരുന്നു. സഞ്ജു ആദ്യത്തെ ഓവറിൽ തന്നെ 6 അടിക്കുന്നു. ആക്രമണോത്സവ ബാറ്റിങ്ങിലേക്ക് നേരെ കടക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇത്തവണ സഞ്ജു അങ്ങനെയല്ല ചെയ്തത്. സഞ്ജു നേരെ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിലെത്തുന്നു. മറുവശത്ത് അഭിഷേക് ശർമ്മ വളരെ വേഗത്തിൽ ഔട്ടാവുന്നു, 10 റൺസേ എടുക്കുന്നുള്ളൂ. പിന്നാലെ വന്ന ഇഷാൻ കിഷനും അധികം നേരം നിൽക്കാൻ കഴിഞ്ഞില്ല, 10 റൺസേ എടുക്കുന്നുള്ളൂ. പക്ഷേ മറുവശത്ത് സഞ്ജു ഒരേ സമയം താളം കണ്ടെത്തുകയും കൃത്യമായി നമുക്ക് ബാറ്റിലേക്ക് വരുന്ന പന്തുകളെ ബൗണ്ടറി കടക്കുകയോ ഗാലറിയിലേക്ക് അയക്കുകയോ ചെയ്യുകയും അതോടൊപ്പം തന്നെ കൃത്യമായി സിംഗിളുകൾ എടുക്കുന്നു. ഏതാണ്ട് ഒരു വൺ ഡേ സ്റ്റൈലിൽ കുറെ കൂടെ വേഗത്തിൽ ഉള്ള ഒരു കളി തുടക്കം തൊട്ട് കാണിക്കുന്നു. മറുവശത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് സഞ്ജു അതിനകത്ത് ഉപയോഗിച്ചൊരു രീതി തൻ്റെ കൂടെ നിൽക്കുന്ന ആളെ കൂടെ കളിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ്. ആദ്യം നമുക്ക് ഈ സ്കോർ കാർഡുകളിൽ തന്നെ നോക്കിയാൽ ആദ്യത്തെ 2 വിക്കറ്റുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ സഞ്ജു വളരെ പതിഞ്ഞ താളത്തിലേക്ക് എത്തുന്നുണ്ട്, കുറെ കൂടെ ഇൻ്റലിജൻ്റായി കളിക്കുന്നുണ്ട്. സൂര്യകുമാർ യാദവ് ഒപ്പം എത്തുമ്പോൾ സഞ്ജു ആണ് മേൽക്കൈ എടുത്തിരുന്നത്. സൂര്യകുമാർ യാദവ് ഔട്ടായതിനു ശേഷം പിന്നീട് സഞ്ജു പതിഞ്ഞ താളത്തിലേക്ക് മാറുന്നുണ്ട്, സിംഗിൾസ് എടുക്കുന്നുണ്ട്, ഡബിൾസ് എടുക്കുന്നുണ്ട്. അവിടെ തിലക് വർമ്മയാണ് പിന്നീട് ആക്രമണ ബാറ്റിങ്ങിലേക്ക് മാറുന്നത്. റൺ റേറ്റ് ഉയർത്താനുള്ള ശ്രമം തിലക് വർമ്മയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു ആങ്കർ റോളിലേക്ക് സഞ്ജു വളരെ വേഗം സ്വിച്ച് ചെയ്യുന്നു. അങ്ങനെ അവസാനം വരെ അങ്ങനെ എത്തുകയും അവസാനത്തെ ഓവറിൽ ഈ റണ്ണ് അടുപ്പിച്ച് ഒരു 6, ഒരു 4, 10 റണ്ണ് ഒറ്റയടിക്ക് എടുത്തിട്ട് 97 റൺസിൽ സ്വന്തം സ്കോർ എത്തിക്കുകയും വിജയ റൺ കടക്കുകയും ചെയ്തു. ഒരുപക്ഷെ തിലക് വർമ്മയ്ക്കൊപ്പം കളിക്കുന്ന സമയത്ത് ആങ്കർ റോൾ വിട്ടിട്ട് കുറെ കൂടി ആക്രമിച്ച് കളിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സഞ്ജു ഒരു സെഞ്ചുറി കൂടി തികയ്ക്കാമായിരുന്നു. പക്ഷെ അത് അപകടകരമായിരുന്നു, അത് റിസ്ക് ഉണ്ടായിരുന്നു. ആ റിസ്ക് എടുക്കാൻ സഞ്ജു തയ്യാറായില്ല. അങ്ങനെ നമുക്ക് ഏറ്റവും വേണ്ട ഇതൊരു ശരിക്കും സെമി ഫൈനലിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ക്വാർട്ടർ ഫൈനൽ തന്നെയായിരുന്നു. കാരണം ഈ കളിയിൽ തോറ്റാൽ നമുക്ക് പിന്നെ സെമി കാണാൻ കഴിയില്ല. ഈ കളിയിൽ ജയിച്ചത് കൊണ്ട് നമ്മൾ സെമിയിലേക്ക് കടക്കുന്നു. സഞ്ജു എന്തുകൊണ്ട് ടീമിലെത്തി എന്നുള്ളതിന് കൃത്യമായ ഉത്തരം സഞ്ജു ബാറ്റ് കൊണ്ട് തന്നെ നൽകിയിരിക്കുന്നു. സഞ്ജു കഴിഞ്ഞ ദിവസം കളിച്ചപ്പോൾ നമ്മൾ 24 റൺസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ കളി ടീമിൻ്റെ ആറ്റിറ്റ്യൂഡിനെ എങ്ങനെയാണ് മാറ്റിയത് എന്ന് നമ്മൾ സംസാരിച്ചതാണ്. പക്ഷേ ഇത്തവണ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, നിങ്ങൾക്ക് റണ്ണ് തന്നെ കൃത്യമായ കണക്കിൽ തന്നെ സഞ്ജു ടീമിന് വേണ്ടി ബിൽട്ടപ്പ് ചെയ്ത ഒരു ഇന്നിങ്സ് അത് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ എത്തിക്കുന്നു. തിലക് വർമ്മയുടെയും സൂര്യകുമാർ യാദവിൻ്റെയും ഒക്കെ കളികൾ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷെ അതൊക്കെ വളരെ ചെറുതാണ്. 97 റൺസ് എടുത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയും ആദ്യത്തെ ഓവർ തൊട്ട് ക്രീസിലെത്തി അവസാനത്തെ ഓവർ വരെ വിന്നിംഗ് റൺ വരെ എടുത്ത് നിൽക്കുന്ന സഞ്ജുവിൻ്റെ ഇന്നിങ്സിൽ തന്നെയാണ്, സഞ്ജുവിൻ്റെ ക്രെഡിറ്റിൽ തന്നെയാണ് ഇന്ത്യ ഇന്ന് സെമിയിലേക്ക് കടക്കുന്നത്.